ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇല മുളപ്പിച്ച് ഈ CC പ്ലാന്റിൻ്റെ തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോകൾ ഇടയ്ക്കിട്ടിരുന്നു. ഇന്ന് കൊണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ തീരുവാണ്. അപ്പോൾ ഇന്ന് ഞാനിതിൻ്റെ മാതൃസസ്യം ഒന്ന് കാണിക്കുകയാണ്. ശരിക്കും ഇതല്ല മാതൃസസ്യം, ഇതേപോലെ രണ്ടില പണ്ട് മുളപ്പിച്ചതാണ്. അതിലൊന്നിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു പോയി, അതിൻ്റെ ചുവട്ട്. അപ്പോൾ അതിൻ്റെ കമ്പുകളാണ് ഇതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു CC പ്ലാന്റ് ഇല മുളച്ചത്. അതിൻ്റെ കമ്പുകളാണ് ഇവിടെ വേര് പിടിക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ വേര് വന്നു തുടങ്ങി കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ മുട്ടിച്ച് നിപ്പേ ഉള്ളൂ. ഉണ്ടോ, വേര് വരുന്നുണ്ട്. ഇത് ഇലയില്ലാത്തൊരു കമ്പ് വെച്ചതാണ്, അതിനും ഒരു വേര് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ട് ഇല, അടിയിലത്തെ രണ്ട് ഇലയാണ് ഈ എടുത്ത് വെച്ചിരുന്നത്. ഈ ഇല ഇത് കരിഞ്ഞ് പോയി, അതിൻ്റെ മുള ഇത്രയും വന്നിട്ടുള്ളൂ. ഇതിൻ്റെ മുള നന്നായിട്ട് രണ്ടില വന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, CC പ്ലാന്റിൻ്റെ ഇല വെച്ച് കഴിഞ്ഞാൽ തൈ ഉണ്ടാകും. പക്ഷേ ഒരു 6-7 മാസം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഒക്ടോബറിൽ നമ്മൾ രണ്ടില വെച്ചതാണ്, ഒക്ടോബറിൽ വെച്ചതാണ് കേട്ടോ. ഇതും ആദ്യം ഉണ്ടായ വേര് പിടിച്ചത് കൊണ്ടുപോയി നട്ടു. രണ്ടാമത് ഇപ്പോൾ ഒരെണ്ണം കൂടെ നടാറായിട്ടുണ്ട്. മറ്റേത് രണ്ടെണ്ണം അവിടെ ഇരുന്ന് നമുക്ക് ഞാനൊരല്പം തേൻ ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ, 1-2 തുള്ളി. അല്ലാതെ പച്ചവെള്ളം തന്നെയാണ് ഇത് കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ഒന്നും ചെയ്തില്ല, മണ്ണിനകത്ത് വെച്ചു. ഒരു മാസത്തിൽ ഒന്നൊക്കെ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ മണ്ണ് കണ്ടോ, ഒരുമാതിരി ഉണങ്ങിയായിരിക്കണേ. ഇതിനകത്ത് അങ്ങനെ അധികം മണ്ണ്, ഇതിനധികം വെള്ളം വേണ്ടാത്തതാണ്. ഈ CC പ്ലാന്റിന് അധികം വെള്ളം ആവശ്യമില്ല. ഇതിനകത്തും ഒരു 10-15 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. വല്ലപ്പോഴും ഇതിൻ്റെ ഇലയൊക്കെ ഒരു ടിഷ്യൂ പേപ്പറും കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കണം. അല്പനേരം വെയിലത്തിറക്കി വെച്ചൊന്ന് വെയിലും കൊള്ളിക്കണം. ബാക്കി സമയമൊക്കെ ഇത് തിണ്ണെ തന്നെ അല്ലെ വരാതെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ വെച്ചത് തൊട്ടുള്ള ചെറിയ ചെറിയ ഇടവേളകളിലെ കാഴ്ചകളും കൂടെ കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ CC പ്ലാന്റിൻ്റെ തൈ, ഇല മുളച്ച തൈ. ഇപ്പം ഇത്രയും വലുതായി. പുറത്തുവശത്തു നിന്നാണ് വെയിൽ വരുന്നത്, അതുകൊണ്ട് എന്തിരിക്കണം. ഇതിൻ്റെ കൂടെ ഒരു ഇല ഉണ്ടായിരുന്നു, ആ ഇല ഇത് വേഗം പഴുത്ത് പോയി. അപ്പോൾ ഇല മുളച്ച് CC പ്ലാന്റ് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇതിൻ്റെ ബാക്കി വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഒക്ടോബർ 15 തൊട്ട് ഇന്ന് ജൂൺ 9 ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ പടിപടിയായിട്ടൊന്ന് കാണിക്കാം. ഇന്ന് ഒക്ടോബർ 15, എത്ര നാൾ കൊണ്ട് കിളിർത്ത് വരും എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇതിനെ നമുക്കൊരു കാത്തിരിക്കാം. ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഒരു കുറേ നാൾ നിൽക്കും. അത് ഒട്ടും വാടാതെ പച്ചയിലയായിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഇലയൊക്കെ വാടി കരികല പോലെ ആയത്. ആ കരികല പോലെ ആയിക്കഴിഞ്ഞിട്ടാണ് ഇതിന് കിളിർപ്പ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒക്ടോബറിൽ വെച്ചതാണ് ഈ ഇലകൾ. കളറ് മാറി തുടങ്ങിയെന്ന് പറഞ്ഞ് രണ്ടാമത് അതിൻ്റെ അപ്ഡേഷൻ ഇട്ടിരുന്നു. ഇന്നിപ്പോൾ കണ്ടോ, ഇന്നലെ ഞാൻ നോക്കിയില്ല. ഇതിനകത്തൊരു ചെറിയ മുളയുണ്ട്, ഇതിനകത്തെ മുള അല്പം കൂടെ നീണ്ടു നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് രണ്ടും ഇപ്പം ഈ ഇലയുടെ ചോട്ടിൽ നിന്നും മുളച്ചു വന്നിരിക്കുന്ന മുളകൾ. രണ്ടെണ്ണത്തിനും ഒപ്പമാണ് മുള വന്നത്. ഒരു ദിവസത്തെ കണ്ട് വ്യത്യാസമുണ്ട്. ഇത് ഇന്നലെ മുളച്ചു, ഇതിന്നാണ് പുറത്തേക്ക് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇലകൾ ഇന്ന് മെയ് 25. അപ്പത്തേനും ഈ രണ്ട് ഇലകൾക്കും മുള വന്നു. ഇതാണ് കൂടുതൽ പഴുത്തത്, പക്ഷേ ഇതിനാണ് ഇല ഇത്. ഇനി ഇത് രണ്ട് ഇല പിരിയും. അപ്പം ഇന്ന് മെയ് 26. ഈ ഇലയുടെ ചോട്ടിലൊരു മുള വന്നു, രണ്ടിലയുള്ള. ഇതിൻ്റെ ചോട്ടിൽ മുള വന്നുകൊണ്ടിരിക്കുന്നു, പയ്യെ മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒക്ടോബറിൽ വെച്ചതാണിത്. ഇത്രയും നാളും കൊണ്ട് രണ്ട് ഇലയും CC പ്ലാന്റിൻ്റെ ഇലയാണ്, രണ്ടിലയും കിളിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പടിയെ കാണാം. നമ്മുടെ ഒരു ഇല കണ്ടോ, പെട്ടെന്ന് 2 ദിവസം കൊണ്ടൊക്കെ നിറം മാറി. പക്ഷേ അതിൻ്റെ മുള ഒട്ടും വലുതായി വരുന്നില്ല. പക്ഷെ പോയിട്ടൊന്നുമില്ല, ഉണ്ടായി വരുമായിരിക്കും. എന്നാൽ ഇത് നോക്കിക്കേ,
ഇതിൻ്റെ ഇല കിളിപ്പ് കണ്ടോ, ഇല വിരിഞ്ഞു. നാളെ ആകുമ്പോഴത്തേനും നന്നായിട്ട് വിരിഞ്ഞു വരും. ഇതിൻ്റെ ഇല എന്നാൽ ഇലയുടെ നിറം മാറിയിട്ടുമില്ല. ഇത് രണ്ടും ഒരു കമ്പിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒരുമിച്ച് ഈ ഇല ഉണ്ടായി നിൽക്കുന്ന പോലെ ഒരുമിച്ച് ഉണ്ടായി നിന്ന 2 ഇലയായിരുന്നു ഇത്. ഈ 2 ഇല അതിൽ ഒന്ന് നന്നായിട്ട് പഴുത്തു, പക്ഷേ അതിൻ്റെ കിളിപ്പ് ചെറുതാണ്. ഇതിൻ്റെ കിളിപ്പ് വലുതായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 തൈകളും ഏതാണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായി. ആദ്യം മുതൽ ഇതിരുന്നത് ഈ ജനലിൽ തന്നെയായിരുന്നു. പുറത്തുനിന്നുള്ള വെയിൽ കിട്ടാൻ പാകത്തിന് അതിൻ്റെ മുള നമ്മൾ അങ്ങേ സൈഡിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മുതൽ ഇതിരുന്നത് ഈ ജനലിൽ തന്നെയായിരുന്നു. പുറത്തുനിന്നുള്ള വെയിൽ കിട്ടാൻ പാകത്തിന് അതിൻ്റെ മുള നമ്മൾ അങ്ങേ സൈഡിലേക്കാക്കി വെച്ചിട്ടുണ്ട്. നല്ല കൊക്കോക്ക ആദ്യം കിളുക്കുന്നത് നമ്മൾ നിർത്തും, കിളുക്കാത്തത് എടുത്ത് കളഞ്ഞിച്ച് വേറെ നല്ല തൈ വെക്കും. തൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി നടാൻ നേരത്ത് നോക്കിയാൽ ഇതിൻ്റെ ചുവട്ടിൽ ഒരു കാപ്പിക്കുരു വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു വട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ബോള് കാണും. ആ ബോളിൽ നിന്നാണ് വീണ്ടും വേരുകൾ ഉണ്ടാകുന്നത്. ആ ബോളിലാണ് ഇത് ജലം ശേഖരിച്ച് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി ദിവസം എന്നും നിത്യം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതിന് ഈ ചെടിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത നമുക്കെല്ലാം അറിയാം, ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എല്ലാവരും അകത്ത് വയ്ക്കുന്നത്. അപ്പം നമുക്ക് സ്വീകരണ മുറിയിലും നമ്മൾ ലിവിങ് റൂമിലും ഒക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. കിടക്കുന്ന മുറി മാത്രം വയ്ക്കരുത്, കാരണം രാത്രിയിൽ പ്രകാശം ഇല്ലാത്തത് കൊണ്ട് ഇതും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് CC പ്ലാന്റും ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ മറ്റുള്ള സസ്യങ്ങളെക്കാൾ കുറവാണിത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്കിലും ഇത് കിടപ്പുമുറിയിലല്ലാത്ത നമ്മൾ പെരുമാറുന്ന പകൽ സമയത്ത് നമ്മൾ പെരുമാറുന്ന റൂമിൽ ഈ ചെടി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ CC പ്ലാന്റ് വളർന്നു വരുന്നുണ്ട്. ഈ കൂമ്പ പോയിട്ടില്ല, പക്ഷേ അത് വളർന്നു വരുന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ അല്പം തടിച്ചിട്ടുണ്ട്, ഉയരം വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിലുള്ള സമയമായിരുന്നെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കാമായിരുന്നു. അപ്പം മഴ പിടിച്ചത് കൊണ്ട് നമുക്ക് വെയിലത്ത് വയ്ക്കാൻ പറ്റില്ല. മഴയത്ത് ഈ 2 ചെറിയ കപ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി ചിലപ്പം നശിച്ചു പോകാൻ ഇടയുണ്ട്, കേട് പറ്റാൻ ഇടയുണ്ട്. ഇതാണ് ഒരു കമ്പ് നട്ട് ഉണ്ടായ ഒരു CC പ്ലാന്റ്. ഇത് വേറൊരു കമ്പ് മുളച്ചുണ്ടായത്. ഇല മുളച്ചുണ്ടാകുന്ന CC പ്ലാന്റിൻ്റെ ഓരോ കമ്പും വലുതായിട്ട് വരുന്നത്. ഇതുണ്ട്, ഇതേലും ഇപ്പോൾ 2 ഇലയേ ഉള്ളൂ. അടുത്ത കിളിർപ്പ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വരും. അതിന് ചിലപ്പം ഒരു 4 ഇല കാണും. ഇതങ്ങനെ ആയിരുന്നു. ആദ്യം ഉണ്ടായത് 2 ഇലയായിരുന്നു. ഇതിൻ്റെ ചുവട് നിങ്ങൾക്ക് കാണാമോ? അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേന് 4 ഇലയായി, പിന്നെ 6 ഇലയായി, പിന്നെ 10 ഇലയൊക്കെ ആയി. ഉണ്ട് ഇതൊരു 10-12 ഇലയുള്ളൊരു കമ്പാണ്. അടുത്ത കമ്പ് വന്നു ഇതാണ്. ഈ കമ്പിന് കുറച്ചും കൂടെ ഇല കൂടി, ഇതിൻ്റെ മണ്ടലത്തെ 2 ഇല പോയതാണ്. ഇതൊരു 10-16 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നത് ഈ കമ്പാണ്. ഈ കമ്പെന്ന് നോക്കി കുറച്ചും കൂടെ നീളവും കുറച്ചും കൂടെ ഇലകളുടെ എണ്ണവും കൂടുതലാണ്. അത് കഴിഞ്ഞ് വന്നത് ഇതാണ്. ഇതെന്നായപ്പോഴത്തേനും വണ്ണവും കൂടി നീളവും കൂടി, ഒരു 10-25 ഇലയുണ്ട്. അവസാനം വന്നതാണ് ഇത്. ഇതിന് നോക്കിയാൽ പിന്നെയും വണ്ണം കൂടി അതുപോലെ നീളം കൂടി. അപ്പം ഇനി വേണമെങ്കിൽ നമുക്കിത് ഒന്ന് വെട്ടി നിർത്തുവാണെങ്കിൽ ഒരേപോലെ കുറച്ച് മുള അടിയിൽ നിന്നൊക്കെ വരും. ഇത് ഇപ്പോൾ ഒരു ആദ്യം ഇല കൊണ്ടുവന്ന് വെച്ചതൊരു 2022 നവംബറിലാണ്. ഇതിപ്പോൾ 26 ജൂണായി. അപ്പം 3.5 കൊല്ലം പ്രായമുണ്ട് ഇതിൻ്റെ മാതൃ ഇലയ്ക്ക്. അപ്പം 3.5 കൊല്ലം കൊണ്ടാണ് ഈ ചെടി ഇത്രയും വലുതായത്. അപ്പം ഇനി ഇപ്പോൾ എൻ്റെ കുറച്ച് CC പ്ലാന്റുകൾ നിങ്ങൾ കണ്ടു. അതുപോലെ CC പ്ലാന്റിനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ല 2 ഇല കിട്ടുവാണെങ്കിൽ ഒന്ന് മുളപ്പിച്ച് നോക്കാമെന്ന്? ഒന്നും ചെയ്യണ്ട. ഒരു പൊട്ടക്കപ്പ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രോ ബാഗ്, അതും അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിനകത്തൊരല്പം മണ്ണ് നിറച്ച്
ഒരില കൊണ്ട് വയ്ക്കുക. ഇലയ്ക്ക് മാസത്തിൽ ഒന്നൊക്കെ ഒരു അരത്തടം വെള്ളം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇല അങ്ങനെ വെള്ളം ഇലയിലങ്ങ് ശേഖരിച്ച് വെക്കും. അതിന് ഇല ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് CC പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തീർന്നു. ഇനി നമുക്ക് മറ്റൊരു പുതിയ ചെടിയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.